ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജെറമിയയുടെ പുസ്തകത്തിലെ 31 അധ്യായത്തിലെ 31 വചനം വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഇരു കക്ഷികളും തമ്മിലുള്ള കരാറ് എന്നാണ് ഉടമ്പടിയെക്കുറിച്ച് നിർവചിക്കുക. അത് വ്യക്തികളോ സമൂഹങ്ങളോ രാജ്യങ്ങളോ തമ്മിലാകാം. ദൈവം മനുഷ്യനും തമ്മിൽ സ്ഥാപിക്കപ്പെടുന്ന ബന്ധത്തെ ഉടമ്പടി എന്നാണ് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത്. എഴുതപ്പെട്ട ദൈവവചനമായ ബൈബിൾ തന്നെ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പഴയ നിയമം പുതിയ നിയമം എന്നുള്ള പേരിൽ പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയും എന്നുള്ള നിർവചനം അതിന് വന്നിട്ടുണ്ട്. ദൈവം മനുഷ്യനുമായി ചെയ്യുന്ന 5 ഉടമ്പടികളെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രളയാനന്തരം നോഹയും സർവ്വജീവജാലങ്ങളുമായി ദൈവം ചെയ്താണ് ആദ്യത്തെ ഉടമ്പടി. ഇതിനെ പ്രാപഞ്ചിക സാർവത്രിക ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഈ ഉടമ്പടി അലംഘനീയമാണ്. നിരുപാധിക സംരക്ഷണം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 15 അധ്യായത്തിൽ 17 തിരുവചനത്തിൽ പറയുന്നുണ്ട്, അബ്രാഹാം കുറ്റമറ്റവനായി ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കണം. ഈ ഉടമ്പടി അബ്രാഹത്തിൻ്റെ സന്തതികളോട് തുടരും. സീനാൻ മലയിൽ വെച്ച് ദൈവം നൽകിയതാണ് 3ാമത്തെ ഉടമ്പടി. ഏറ്റവും അധികം അറിയപ്പെടുന്ന ഉടമ്പടിയും ഇത് തന്നെയാണ്. ഇതുവഴി ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഉടമ്പടിക്ക് വിശദമായ നിബന്ധനകളുണ്ടായിരുന്നു. എന്നാൽ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്ന സെയിം ടൈമിൽ തന്നെ അവിടെ ദൈവം പത്രിക നൽകുമ്പോൾ താഴെ അഹ്റോന്റെ നേതൃത്വത്തിൽ ജനം വിഗ്രഹാരാധന നടത്തി ഉടമ്പടി ലംഘിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മളിന്ന് ഈ സമയത്തൊക്കെ ഓണത്തിനെ കുറിച്ചൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം നമുക്ക് പരിശോധിക്കാം, നമ്മൾ ഉടമ്പടികൾ ലംഘിക്കുന്നുണ്ടോ എന്നുണ്ട്. നമ്മുടെ ആ കൊടുത്ത പലകയിൽ ആദ്യത്തെ തിരുവചനം അല്ലെങ്കിൽ ആദ്യത്തെ കൽപ്പന നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. ദാവീദുമായി ദൈവം ചെയ്തതാണ് 4ാമത്തെ ഉടമ്പടി. ദാവീദിനെ ഒരു രാജവംശമായി ഉയർത്തും, ഒരിക്കലും കൈവിടില്ല എന്ന വാഗ്ദാനം ഈ ഉടമ്പടിയുടെ കേന്ദ്രമായി നിൽക്കുന്നു. ദാവീദിന്റെ മക്കൾ അവിശ്വസ്തയാലും ദൈവം വാഗ്ദാനം പിൻവലിക്കില്ല. ദാവീദിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും. എന്നാൽ ഈ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ല. ദാവീദ് വംശത്തിൻ്റെ രാജ്യത്വം BC 567 ബാബിലോൺ പ്രവാസത്തോടെ അവസാനിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഉടമ്പടിക്ക് ഒരു ആത്മീയ മാനമുണ്ടെന്നും ദാവീദിൻ്റെ രാജ്യവും സിംഹാസനവും രാഷ്ട്രീയ മേഖലയ്ക്ക് അതീതമായ ഒരു ദൈവിക യഥാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നും ക്രമേണ വെളിപ്പെട്ടു. അതിലേക്കാണ് 5ാമത്തെ ഉടമ്പടി വിരൽ ചൂണ്ടുന്നത്. ബാബിലോൺ പ്രവാസത്തെ മുന്നിൽ കണ്ട് അതിന് ജനങ്ങളെ ഒരുക്കാനും പ്രവാസത്തിനപ്പുറം പുതിയൊരു ഭാവിയിലേക്ക് അവരുടെ പ്രതീക്ഷ ഉണർത്താനും വേണ്ടി അയക്കപ്പെട്ട ജെറമിയ പ്രവാചകൻ പുതിയ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് 5ാമത്തെ ഉടമ്പടി. ഭാവിയിൽ ദൈവം സ്ഥാപിക്കാൻ പോകുന്നതാണ് ഈ പുതിയ ഉടമ്പടി. അത് എന്ന് സംഭവിക്കുമെന്ന് പ്രവാചകൻ പറയുന്നില്ല. ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസം ഇതാ ഉണ്ടായിരിക്കുന്നു എന്ന പ്രസ്താവനയിൽ വ്യക്തമായൊരു കാലസൂചന കാണാനാവുന്നില്ല. എന്നാൽ ഈ ഉടമ്പടിയുടെ സവിശേഷതകൾ പ്രവാചകൻ അക്കമിട്ട് നിർത്തുന്നുണ്ട്. ഈ പുതിയ ഉടമ്പടി സീനായി ഉടമ്പടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. സീനായി ഉടമ്പടിയിൽ നിബന്ധനകൾ ഉണ്ടായിരുന്നു, എന്നാൽ അവ പാലിക്കാനുള്ള ശക്തി ഉടമ്പടി വഴി ജനത്തിന് ലഭിച്ചിട്ടില്ലായിരുന്നു. കൽപ്പനകളിൽ എഴുതിയ നിയമങ്ങൾ അനുസരിക്കാൻ ജനത്തിന് കഴിഞ്ഞില്ല. ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടു. എന്നാൽ നിബന്ധനകൾ പാലിക്കാൻ ജനത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും പുതിയ ഉടമ്പടി. ഞാൻ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. എവിടെയാണ് നിക്ഷേപിക്കുന്നത്? ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ജെറമിയ 31:33 പറയാണ്, ഞാനത് ഈ ഉടമ്പടി അവരുടെ ഹൃദയത്തിലാണ് എഴുതുന്നത്. അവരെന്ന് എൻ്റെ ജനമായിരിക്കും. ഈ വിശ്വാസ പരിശീലനത്തിലൂടെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. നിയമം ഹൃദയത്തിൽ എഴുതുക എന്നാൽ ആന്തരിക ശക്തിയായി നൽകുക എന്നാണ് അർത്ഥം.
കൽപ്പനകൾ എഴുതിയ പുറമേ നിന്ന് ആജ്ഞാപിക്കുന്ന നിയമങ്ങളല്ല. പുതിയ ഉടമ്പടിയുടെ നിയമങ്ങൾ ആന്തരിക പ്രചോദനങ്ങളായിരിക്കും. അനുസരിക്കാനും കഴിവുള്ളവരാക്കുന്ന ആന്തരിക ശക്തി നൽകുന്നതായിരിക്കും പുതിയ ഉടമ്പടി. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരില്ല. അവർ വലുപ്പച്ചെറുപ്പമെന്നേ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവജ്ഞാനമാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന വലിയ ദാനം. എത്ര അറിവുണ്ടെങ്കിലും ദൈവിക ജ്ഞാനം ഉള്ളവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങളെ തിരിച്ചറിവിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ദൈവിക ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനം വിദ്യാഭ്യാസമല്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് അല്ല. ദൈവിക ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെയുള്ള ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തോട് കൂടിയായിരിക്കണം നമ്മൾ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി ദൈവജ്ഞാനത്താൽ നിറയും. ഏശയിൽ 11:9 പറയുന്നുണ്ട്. ദൈവം തൻ്റെ നിയമങ്ങളെ ആന്തരിക പ്രചോദനങ്ങളായി ഹൃദയത്തിൽ നിക്ഷേപിക്കും. അതൊരു പുതിയ സൃഷ്ടിക്ക് സമാനമായിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പല ഉടമ്പടികളിൽ കൂടെയാണ് ദൈവം മനുഷ്യനുമായിട്ട് പല കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം എന്താണ് പറയുന്നത്? ലൂക്കയുടെ സുവിശേഷം 22-20 പറയുന്നുണ്ട്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിച്ചു കേട്ട വചനങ്ങളെല്ലാം കർത്താവ് മനുഷ്യനുമായുള്ള ഉടമ്പടി ഉണ്ടാക്കിയതിൻ്റെ തെളിവുകളാണ്. നമ്മൾ ആ ഉടമ്പടികൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഉടമ്പടികൾ കൂടി നമ്മളൊരു ഉടമ്പടി 2 വിഭാഗങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയാൽ 2 പേരും ഈക്വലി റെസ്പോൺസിബിളാണ്. അപ്പോൾ ദൈവത്തിൽ തന്നിരിക്കുന്ന ഈ ഉടമ്പടി, പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും, പഴയ നിയമം പുതിയ നിയമവും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ദൈവം നമ്മളെ അതിന് അനുവദിക്കട്ടെ. നമുക്ക് അതിനായിട്ട് ദൈവാനുഗ്രഹത്തിനായി നമ്മൾ അതിനെ വിട്ടുകൊടുക്കാം. ദൈവമേ, പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ ഉടമ്പടികൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.